ഡയറക്ടേഴ്സ് ക്യാൻ കം ഫ്രം ഡിഫറെൻറ്റ് ഫീൽഡ്സ്. ഒരു ഡയറക്ടറിനെ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോണസ്റ്റ് അഭിപ്രായം, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കൺട്രോളറിനെ വിളിച്ചു കഴിയുമ്പം നേരായ മാർഗത്തിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ ആണെങ്കിൽ നിങ്ങളത് പറഞ്ഞുതരും. അത് നമ്മുടെ എക്സ്പീരിയൻസ് ത്രൂ മാത്രമേ നമുക്ക് ആ ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. സം പീപ്പിൾ ആർ കോൾഡ് എ ക്രിയേറ്റീവ് ഡയറക്ടർ, സം പീപ്പിൾ കോൾഡ് എ ടെക്നിക്കൽ ഡയറക്ടർ. ചാർലി എന്ന് പറയുന്ന ഒരു മൂവി, ഇറ്റ്സ് എ ഡയറക്ടേഴ്സ് മൂവി. വി ഓൾവേസ് സീസ് ദാറ്റ് സൺഡേ ഹോളിഡേ is a classical movie. Theatre party പടം ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമുണ്ട്, how did you choose the script? So before you start making a payment to a director or to a story or to a script writer, നിങ്ങൾ certain കാര്യങ്ങൾ നീക്കേണ്ട കാര്യങ്ങളുണ്ട്. Welcome back to the channel, friends. So exciting story script ne kurichu samsarichu. Now we are going to talk about director, how to choose a director. ഈ ഡയറക്ടറിനെ ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ക്രൂഷ്യലാന്ന് പറഞ്ഞു വെച്ചാൽ ഒന്നാമത്തെ കാര്യം പണി അറിയുന്ന ഡയറക്ടറാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ടേഴ്സ് ക്യാൻ കം ഫ്രം ഡിഫറെൻറ്റ് ഫീൽഡ്സ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവർ ഡയറക്ടർ ആവാം. ആഡ് ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാർ ഡയറക്ടർ ആവാം. ഷോർട്ട് ഫിലിം മ്യൂസിക് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഡയറക്ടർ ആവാം. ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ഹൗ ദ പേഴ്സൺ കൻ ഡെലിവർ ദ കണ്ടന്റ് ടു യു. ഡു യു ബിലീവ് ഇൻ ദാറ്റ് പേഴ്സൺ? റൈറ്റേഴ്സ് ഡയറക്ടർ ആവും, എഡിറ്റേഴ്സ് ഡയറക്ടർ ആവും, സ്റ്റോറി ടെല്ലേഴ്സ് ഡയറക്ടർ ആവും. സോ ഡയറക്ടർ കംസ് ഫ്രം ഓൾ ഫേസസ് ഓഫ് ലൈഫ്. only best thing you can do before choosing a director. ഒരു ഡയറക്ടറിനെ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേർ ഹാവ് ഹി വർക്ക്ഡ്, എവിടെയാണ് അദ്ദേഹം അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ എവിടെ വർക്ക് ചെയ്തു. സോ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഞാൻ ഇന്നാർ അസോസിയേറ്റ് ആയിരുന്നു അല്ലെ ഇന്നാർ അസിസ്റ്റൻ്റ് ആയിരുന്നു എന്ന് പറയുന്നു. നല്ലത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോള്, പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ. സോ ഡയറക്ടറിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പം ഒരു ഫെയർ എനഫ് ഡീൽ, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനെങ്കിൽ അസിസ്റ്റൻറ്റിനെ കുറിച്ച് കുറ്റമൊന്നും പറയില്ല. ബട്ട് ഓപ്പണായിട്ട് ഒപ്പീനിയൻ പറയുന്ന ആൾക്കാരുണ്ട്. ഓപ്പണായിട്ട് ഒപ്പീനിയൻ പറയും. ഇതേ സിറ്റുവേഷൻ നമുക്ക് സ്ക്രിപ്റ്റിലും സ്റ്റോറിയിലും ഉണ്ട്. നമ്മൾ സ്റ്റോറി സ്ക്രിപ്റ്റ് വായിച്ചു, വേറെ ആർക്കെങ്കിലും വായിക്കാൻ കൊടുക്കുന്നു. വായിക്കാൻ കൊടുത്തു കഴിയുമ്പം പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് നല്ല അഭിപ്രായം പറയുന്നു. ഹോണസ്റ്റ് അഭിപ്രായം, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഐ സ്ക്രാച്ച് യുവർ ബാക്ക്, യു സ്ക്രാച്ച് മൈ ബാക്ക്. ആ ഒരു പോളിസിയാണ് ടോട്ടൽ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഓണസ്റ്റ് ഒപ്പീനിയൻ പറയത്തില്ല. വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുന്നത്. അതായത് എടാ ഈ പടം കൊള്ളില്ല, സ്റ്റോറി കൊള്ളില്ല, തീരെ മോശമാണ്, അത് എലിവേറ്റ് ചെയ്യണം. അത് പറയാത്ത പല കാരണങ്ങളുണ്ടാവും. അപ്പം ഞാൻ ഒരിക്കൽ ഒരു സ്റ്റോറി വായിച്ചു, തീരെ മോശപ്പെട്ട സ്റ്റോറി. അപ്പോൾ എന്നെ സ്റ്റോറി കൊണ്ടുവന്ന ആ ഡയറക്ടർ എൻ്റെ അടുത്ത് ഒരാളുടെ വാട്സപ്പിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തന്നു. ഒരു ഫേമസ് ഡയറക്ടർ പറഞ്ഞേക്കുന്നത്, ഇത് സൂപ്പർ പടമാണ്, ഇതെന്തുകൊണ്ടാണ് ഇത്ര നാൾ ഇറങ്ങാതിരുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു കമൻറ്റ്. സോ ഈ ഡയറക്ടറിനെ, പുള്ളി ഇപ്പം അധികം പടങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ ഡയറക്ടറിനെ ഞാൻ ഒരു ഇവൻറ്റിൽ വെച്ച് കണ്ടു. ഒരു ഫെഫ്കയുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു ഇവൻ്റായിരുന്നു. ഇവൻറ്റ് വെച്ച് കണ്ടപ്പം ഞാൻ ചോദിച്ചു, സാറേ നിങ്ങളൊരു ഇന്നാരെ നിങ്ങൾക്ക് അറിയാമോ? അറിയാം. നിങ്ങളൊരു കമൻറ്റ് പറഞ്ഞല്ലോ മറ്റേ ഈ സൂപ്പർ സ്റ്റോറിയാണെന്ന്, നിങ്ങളെന്താ അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ പടം കാണാൻ ഹിറ്റടിച്ച് പോയാലോ, നമ്മളെന്തിനാ വെറുതെ ഒരുത്തൻ്റെ ഭാവി കളയുന്നത് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം കൊടുത്തിരുന്നെങ്കിൽ, അതായത് കൊള്ളില്ല, ഇത് എലിവേറ്റ് ചെയ്യണം അല്ലെ ഇന്ന ഭാഗങ്ങൾ ചെയ്യണം എന്ന് പുള്ളി പറഞ്ഞില്ല. പുള്ളി ഇത് വായിച്ചു, പുള്ളി ഒരു അഭിപ്രായം പറഞ്ഞു, ഒരു 4 വരിയുടെ അഭിപ്രായം പറഞ്ഞു പുള്ളിക്കാരന്. അത് കേട്ടപ്പം ആ ഡയറക്ടർ പയ്യന് ഒബ്വിയസ്ലി തോന്നിയോ ഇത് സൂപ്പർ സാധനമാണെന്ന്. നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്തില്ല, കാരണം എലിവേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അത്ര മോശമായിരുന്നു അതിൻ്റെ സ്റ്റോറി. സോ കമ്മിങ് ബാക്ക്, ഡയറക്ടേഴ്സിനെ നിങ്ങൾ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചു. സോ വാട്ട് യു ഹാവ് ടു ഡു? നിങ്ങൾ പ്രൊഡക്ഷൻ കൺട്രോളർ ഏത് പടത്തിനാണ് ആ അസിസ്റ്റന്റ് ഡയറക്ടർ ഇതിനു മുമ്പ് വർക്ക് ചെയ്തെങ്കിൽ ആ പടവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ, അതായത് പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ കൺട്രോളർ, ഡയറക്ടർ, ഇവരെ വിളിച്ച് നിങ്ങൾ അന്വേഷിക്കുക. നമ്മുടെ ഇൻഡസ്ട്രിയിലെ പ്രശ്നം വെച്ചാൽ ആൾക്കാർ ഈ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ഫോൺ വിളിച്ച് ചോദിക്കുക എന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഈ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ സത്യാവസ്ഥ പറയാൻ ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ റെക്കോർഡിങ്, എല്ലാവർക്കും ഇൻഡസ്ട്രി മൊത്തം ഫോൺ റെക്കോർഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേടി എല്ലാവരുടെയും മനസ്സിലുണ്ട്, ഈ സത്യം പറയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഫോൺ വിളിക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങളുടെ നമ്പർ അവരിൽ കാണില്ലല്ലോ, ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഞാൻ വാട്സപ്പിൽ വിളിക്കുമെന്ന് പറയുക, എന്നിട്ട് വാട്സപ്പിൽ വിളിക്കുക. ഇതാണ് നിങ്ങൾക്ക് ഒരു പ്രൊഫഷൻ. അപ്പോൾ വാട്സപ്പിൽ വിളിക്കുമ്പോൾ വാട്സപ്പ് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ വാട്സപ്പ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം. തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പം സോഫ്റ്റ്വെയർ അനൗൺസ് ചെയ്യും, ഐ ആം റെക്കോർഡിങ് ദിസ് കോൾ എന്ന് പറയുന്ന ഒരു വിശ്വാസം. അപ്പോൾ വാട്സപ്പിൽ കൂടെ അവർ സത്യം പറയും. കാരണം പല പടങ്ങളിലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ വളരെ മീനിയൽ ജോബ്സ് ആണ് ചെയ്യുന്നത്. ഈ മീനിയൽ ജോബ്സ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ഏറ്റവും താഴത്തെ ലെവൽ ഉണ്ട്. അതായത് ക്ലാപ്പ് അടിക്കുക, ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് കാരവനിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് വരിക, അങ്ങനെയുള്ള ജോബ്സ്. അതായത് ദേ ഹാവ് നത്തിങ് ഗോട്ട് ടു ഡു വിത്ത് ഡയറക്ഷൻ. അവർ പൊങ്ങി വരിക, അതായത് 1-2 പടത്തിൽ തല കാണിച്ച ഉടനെ ഡയറക്ടറാവുക, ഏതെങ്കിലും പ്രൊഡ്യൂസറിനെ പിടിച്ച് ഡയറക്ടറാവുക, ഇതാണ് ഉദ്ദേശം. എനിക്ക് തന്നെ അറിയാവുന്ന ഒരു കേസുണ്ട്. എൻ്റെ ഒരു മൂവിക്കകത്ത് ഒരാൾ 4 ദിവസമാണ് ജോലി ചെയ്തത്. 4 ദിവസം ജോലി ചെയ്ത ആൾ ഏറ്റവും കൂടുതൽ ആ പടത്തിനെ കുറിച്ച് പോസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരാളാണ്. വിച്ച് ഇസ് വെൽ ആൻഡ് ഫൈൻ. മാർക്കറ്റിംഗ് പർപ്പസിൽ എൻ്റെ പടങ്ങൾ മാർക്കറ്റ് ആയി പോകുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ആ ഡയറക്ടർ എങ്ങനെ വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റും, ആ ആൾ ആ പടത്തിൽ എങ്ങനെ. പക്ഷെ പറയുമ്പോൾ എന്തുവാണ്, 4 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്, ആ പടം 35-40 ദിവസം ഷൂട്ട് ചെയ്തു, പക്ഷെ ഇതൊന്നും കണക്കിൽ വരുന്നില്ല. പ്രൊഡ്യൂസേഴ്സിനോട് ചെന്ന് പറയുമ്പോൾ ഉണ്ട്, ഞാനും ഉണ്ട്. അതുപോലെ തന്നെയാണ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യും, സാറേ ഒന്ന് അസോസിയേറ്റ് ആയിട്ട് അത് വെക്കാൻ പറ്റുമോ, എൻ്റെ പേര് വരുമ്പോൾ അസോസിയേറ്റ് ആയിട്ട് വരണം, കാരണം ഞാൻ ഇന്ന നടൻ്റെ അടുത്ത് പോയി പടം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അസോസിയേറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കൺട്രോളറിനെ വിളിച്ചു കഴിയുമ്പം നേരായ മാർഗത്തിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ ആണെങ്കിൽ നിങ്ങളടുത്ത് പറഞ്ഞുതരും, സാറേ അവൻ ഇവിടെ അസിസ്റ്റൻ്റ് ആയിരുന്നു, അസോസിയേറ്റ് അല്ല, അവന് പണി അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞുതരും. ബിക്കോസ് ആസ് ഐ സെഡ്, the director is so crucial to this project. ആഡ് ഫിലിം ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾക്ക് അവരുടെ ഷോർട്ട് ഫിലിം കാണാം, നിങ്ങൾ അവർ ചെയ്ത ആഡ്സ് കാണാം, ക്രിയേറ്റീവ് സൈഡ് കാണാം, നിങ്ങൾക്ക് അവരുടെ മ്യൂസിക് വീഡിയോസ് കാണാം. യു ടേക്ക് എ കോൾ. സംടൈംസ് ഇറ്റ്സ് എ catch-22 കോളാണ്. ചിലപ്പം പാളും ചിലപ്പം പാളായിരിക്കാം. അത് നമ്മളെ എക്സ്പീരിയൻസ് ത്രൂ മാത്രമേ നമുക്ക് ആ ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അതായത് ചൂസിങ് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഡയറക്ടേഴ്സ് ഓൾസോ കംസ് ഇൻ 2 categories. സം പീപ്പിൾ ആർ കോൾഡ് എ ക്രിയേറ്റീവ് ഡയറക്ടർ, സം പീപ്പിൾ കോൾഡ് എ ടെക്നിക്കൽ ഡയറക്ടർ. അതായത് ഇത് രണ്ടാണ്. ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അവൻ്റെ യൂണീക്കായിട്ടുള്ള പർപ്പസുകൾ, യൂണീക്കായിട്ടുള്ള കാര്യങ്ങൾ പുള്ളി കണ്ടെത്തി വരും. ടെക്നിക്കൽ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് കൊടുത്ത്, ഏത് സ്ക്രിപ്റ്റ് കൊടുത്താലും പുള്ളി ഷൂട്ട് ചെയ്ത് തരും. വലിയ ബ്രില്യൻസ് ഒന്നും കാണത്തില്ല. യൂഷ്വൽ പോലെ പടം എഡിറ്റ് ചെയ്യുക, പടം ഇത് ചെയ്യുക, അത് ചെയ്യുക, യൂഷ്വൽ സാധനം. ഒരു പടം വന്ന് കണ്ടു കഴിയുമ്പോൾ കൊള്ളാം പടം എന്ന് പറയും. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന സാധനം ഒന്നും വരത്തില്ല. ഒരു സാധനം കിട്ടും, സെയിലബിൾ സാധനം കിട്ടും. ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് തരുന്ന സെയിലബിളാണ്. ബട്ട് സം മൂവീസ് വിൽ ഗീവ് യു മോർ പ്രോമിനൻസ്, അതായത് മോർ ബ്രാൻഡ് വാല്യൂ, മോർ ഹിറ്റ് ക്യാൻ ആൻഡ് ദി അതർ ഗൈ. ക്രിയേറ്റീവ് ഔട്ട്സ്റ്റാൻഡിങ് കണ്ടൻസ്, നമുക്കത് ഒരു ഡയറക്ടർ ബ്രില്യൻസാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ചാർലി എന്ന് പറയുന്നൊരു മൂവി, ഇറ്റ്സ് എ ഡയറക്ടേഴ്സ് മൂവി. നിങ്ങൾ എത്ര പോയി ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഇത് പറഞ്ഞാലും അത് മനസ്സിലാക്കി എടുക്കണമെന്നില്ല. സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന ജിസ് ജോയ് എന്ന് പറയുന്ന ഡയറക്ടർ ഈസ് എൻ ഔട്ട്സ്റ്റാൻഡിങ് ഗൈ. വൈ ഈസ് എൻ ഔട്ട്സ്റ്റാൻഡിങ് ഗൈ? ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് പുള്ളിക്കാരന് ആഡ് ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതുകൊണ്ട് ലെസർ ടൈമിൽ ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്യാൻ അറിയാം. അതായത് നമ്മൾ ടോട്ടൽ പടം എടുക്കുമ്പം ചില പടങ്ങളൊക്കെ 2 മണിക്കൂറിൻ്റെ പടം 3.5 മണിക്കൂറിൻ്റെ ഫുട്ടേജാണ്. ഈ 3.5 മണിക്കൂറിന് നമ്മൾ 2 മണിക്കൂറിൽ വെട്ടിച്ചെടുക്കണം. ഈ 1.5 മണിക്കൂർ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചത് ഇറ്റ്സ് ആക്ച്വലി ക്രിയേറ്റിംഗ് എ കോസ്റ്റ്. ദറ്റ്സ് എ കോസ്റ്റ് ടു ദ കമ്പനി. ആ കോസ്റ്റ് പോയി. ഡിലീറ്റഡ് സീനൊക്കെ ഇറക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഈ ഡിലീറ്റഡ് സീൻ ചെയ്യണമെങ്കിൽ നിങ്ങളിത് ഗ്രേഡ് ചെയ്യണം, ഡബ് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണം. ഇറ്റ്സ് ഓൾ എക്സ്പെൻസസ്. സോ സംടൈംസ് ഡയറക്ടേഴ്സ് ആർ ഔട്ട്സ്റ്റാൻഡിങ് ഗൈസ്. അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെ കിട്ടും. വി ഓൾവേസ് സീസ് ദാറ്റ് സൺഡേ ഹോളിഡേ ഇസ് എ ക്ലാസിക്കൽ മൂവി. അത് എന്തുകൊണ്ട് ക്ലാസിക്കൽ മൂവി എന്ന് വെച്ചാൽ ആ സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് ജിസ് ഒരുപാട് പേരെടുത്ത് ആ സ്ക്രിപ്റ്റ് കൊണ്ട് പോയതാണ്, ഒരുപാട് പേരെടുത്ത് സ്റ്റോറി പറഞ്ഞാണ്. 3.5 വർഷത്തിൻ്റെ എഫേർട്ടാണ് സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന പടത്തിൻ്റെ സ്ക്രിപ്റ്റ്. ഞങ്ങളുടെ അടുത്ത് വരുമ്പം തന്നെ ഐ ഡോണ്ട് നോ, ഇറ്റ് ഹാസ് ഗോൺ ത്രൂ ലോട്ട് ഓഫ് പ്രൊഡക്ഷൻ, ഡബിൾ ഡിജിറ്റ് പ്രൊഡക്ഷൻ ഹൗസസിനടുത്ത് പോയതാണ്. ബട്ട് നോബഡി കുഡ് അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി. ഈ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് വരുമ്പം, അന്ന് ഞാൻ ദുബായിലാണ്, ദുബായിൽ നിന്ന് ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് വെക്കേഷൻ വന്ന സമയമാണ്. ഈ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത്
എൻ്റെ കമ്മിറ്റി, അതായത് സ്ക്രിപ്റ്റ് കമ്മിറ്റിക്ക് പോലും ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കാൻ പറ്റിയില്ല. ബട്ട് ഐ റെഡ് ദാറ്റ് സ്ക്രിപ്റ്റ് 5 times. തിയേറ്റർ പാർട്ടി ഈ പടം ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹൗ ഡിഡ് യു ചൂസ് ദ സ്ക്രിപ്റ്റ്? നിങ്ങൾക്ക് ഈ പടം എങ്ങനെ മനസ്സിലായി ഇത് ഓടുമെന്നുള്ളത്? ബിക്കോസ് എനിക്ക് ഞാൻ ജസ്സിനെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ഈ പടം ചെയ്യാം എന്ന് പറയുമ്പോൾ ജസ് എൻ്റെ അടുത്ത് ചോദിച്ചു ആദ്യത്തെ ചോദ്യം, ഈ പടം മനസ്സിലായോ എന്നാണ്. എനിക്ക് ആ പടം മനസ്സിലായി, എനിക്ക് വർക്കൗട്ടായി സൺഡേ ഹോളിഡേ ഇൻ എ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ്. ജസ് എന്താണോ ആ പടത്തിൽ ഔട്ട്പുട്ട് കണ്ടത് അത് എനിക്ക് കിട്ടി. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ ഹിം. ഇറ്റ് വാസ് എൻ അമേസിങ് മൂവി, അമേസിങ് ഷൂട്ടിംഗ് ടൈം. ജസ്റ്റിനെ പോലെ ഒരാൾ ഒരു ഞാൻ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് കിട്ടുവാണെങ്കിൽ ഇതാണ് ഡയറക്ടർ എന്ന് ഞാൻ തെറ്റായി വിചാരിച്ചേനെ. സോ ജസ്റ്റിനെ പോലെ ഒരാൾ വന്നപ്പം ഐ കുഡ് ആക്ച്വലി ജഡ്ജ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സ്. സോ എനിവേ ജസ്റ്റിൻ്റെ പടം വരുന്നുണ്ട്, അതിനെക്കുറിച്ച് ലേറ്റർ ഓൺ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും. സോ ഡയറക്ടറിനെ ചൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യുക, പുള്ളിക്കാരൻ്റെ പാസ്റ്റ് വർക്ക് കാണുക. സം ഡയറക്ടേഴ്സ് ഹാവ് എ ഹ്യൂജ് ഗ്യാപ്പ്. ഇപ്പോൾ ചില ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ ഇന്നാറ് ഡയറക്ടർ, ഇന്നാറുടെ കൂടെ അസിസ്റ്റൻ്റാണ്, വെൽ ആൻഡ് ഫൈൻ, ഈ 5 പടം ചെയ്തിട്ടുണ്ട്. ബട്ട് ക്രൂഷ്യലായിട്ടുള്ള സാധനം എന്നാണ് ലാസ്റ്റ് പടം ചെയ്തത്? എൻ്റെ അടുത്ത് ഒരു ഡയറക്ടറിൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കഴിഞ്ഞിടയ്ക്ക്. പുള്ളി അവസാനം പടം ചെയ്ത് 2010 ആ ഡയറക്ടർ. അപ്പോൾ ഞാൻ ചോദിച്ചു 2010 ശേഷം നിങ്ങൾ എന്തുകൊണ്ട് ആ ഡയറക്ടർ വേറെ പടം ചെയ്തു, എന്തുകൊണ്ട് നിങ്ങൾ ആ ആളുടെ കൂടെ വർക്ക് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ന്യൂമോണിയ അടിച്ച് കിടപ്പായിരുന്നു, അതുകൊണ്ട് ഞാൻ ബ്രേക്ക് എടുത്തു. ന്യൂമോണിയ അടിച്ച് കിടപ്പാകുമ്പോൾ ബ്രേക്ക് എടുക്കുമ്പം ഡെഫിനറ്റ്ലി ഒരു 13 വർഷം ബ്രേക്ക് എടുക്കത്തില്ലല്ലോ ന്യൂമോണിയക്ക്. സോ ഇറ്റ് ഡസൻ കോറിലേറ്റ്. അതായത് എന്താ പറയുന്നത്, കോർപ്പറേറ്റ് വേൾഡിൽ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട് സബാറ്റിക്കൽ എടുത്തു എന്ന് പറയാം. പക്ഷെ സബാറ്റിക്കൽ എടുക്കുമ്പം യു ആർ ആക്ച്വലി നോട്ട് ഹോണിങ് യുവർ സ്കിൽസ്. അത് നിങ്ങളുടെ സ്കിൽ, ഈ ഡയറക്ഷൻ ഇസ് എ സ്കിൽ സെറ്റ്. ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കും, പുതിയ ഡയറക്ടേഴ്സ് വരും, പുതിയ ട്രെൻഡ് വരും. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. അപ്പോൾ അവിടെ നിങ്ങളുടെ സ്കിൽസ് വർക്ക് ചെയ്ത് ഹോൺ ചെയ്യണം. പിന്നെ ചില ഡയറക്ടേഴ്സ് വന്നിട്ട് അസിസ്റ്റൻ്റായിട്ട് ഒരു സിനിമ ഷൂട്ടിംഗ് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, അൽഫോൻസ് പുത്രൻ ആരുടെ അസിസ്റ്റൻ്റ് അല്ലായിരുന്നു, അസോസിയേറ്റ് അല്ലായിരുന്നു, അപ്പം പിന്നെ അതെങ്ങനെയാണ് സാറേ എന്ന് ചോദിക്കും. അപ്പം എനിക്ക് അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, അൽഫോൻസ് പുത്രൻ്റെ ലൈഫ് നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ അൽഫോൻസ് പുത്രനെ കണ്ടിട്ടുള്ളത് നേരം, പ്രേമം എന്നാണ്. അതിന് മുമ്പ് അൽഫോൻസ് പുത്രനൊരു ലൈഫുണ്ട്. ആ ലൈഫിനെ കുറിച്ച് വളരെ ക്ലോസ് ആയിട്ട് എനിക്കറിയാവുന്നത്, കാരണം ദുബായിൽ എനിക്ക് അൽഫോൻസ് പുത്രൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട്, അതായത് അമ്മ പോലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഏറ്റവും അടുത്ത പരിചയമുള്ളത് കൊണ്ട് നമുക്കറിയാം അൽഫോൻസ് പുത്രൻ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് പുള്ളി കയറി വന്നതെന്ന്. ഇന്നലെ ബിടെക് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് നേരെ വന്ന് ഒക്കെ നമുക്കൊരു പടം പ്രൊഡ്യൂസ് ഡയറക്റ്റ് ചെയ്തേക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ മേളിൽ, ഒരു ഡയറക്ടറിൻ്റെ മേളിൽ ഇത്രയും പൈസ ഒരു പ്രൊഡ്യൂസർ എങ്ങനെ ഇറക്കും? ഇതൊരു ചോദ്യമല്ലേ. വാട്ട് ആർ ദ റിസ്ക് ബീൻ ടേക്കൺ? പിന്നെ ഇതിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു റിസ്ക് വാല്യുവേഷൻ നിങ്ങൾ നടത്തുമ്പം ഹൗ ക്യാൻ യു ടേക്ക് എ ഡിസിഷൻ? അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ എൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം, ഡയറക്ടേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ ബി കെയർഫുൾ. നൗ യു ഹാവ് എ സ്റ്റോറി. സോ നമുക്കൊരു സ്റ്റോറിയായി, നമുക്കൊരു സ്ക്രിപ്റ്റായി, നമുക്കൊരു ഡയറക്ടറായി. നെക്സ്റ്റ് വാട്ട് യു നീഡ്? നെക്സ്റ്റ് യു നീഡ് ഈസ് എ കമ്പനി, എ ബാനർ. ഒരു ബാനർ ടു പ്രൊഡ്യൂസ്. നിങ്ങളുടെ സ്വന്തം പേരിലാവാം, ഒരു കമ്പനിയുടെ പേരിലാവാം, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടാവാം. ലീഗാലിറ്റീസ്, കുറേ ലീഗാലിറ്റീസ് ഉണ്ട് കവർ ചെയ്യാൻ വേണ്ടി. സോ ബിഫോർ യു സ്റ്റാർട്ട് മേക്കിംഗ് എ പേയ്മെൻറ്റ് ടു എ ഡയറക്ടർ ഓർ ടു എ സ്റ്റോറി ഓർ ടു എ സ്ക്രിപ്റ്റ് റൈറ്റർ, നിങ്ങൾ സർട്ടൻ കാര്യങ്ങൾ നീക്കേണ്ട കാര്യങ്ങളുണ്ട്. ബിക്കോസ് നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്കോ 20 ലക്ഷം രൂപയ്ക്കോ അല്ല പടം പിടിക്കാൻ ഇറങ്ങിയേക്കുന്നത്. യു ആർ ടോക്കിംഗ് ക്രോർസ്, കോടിക്കണക്കിന് രൂപയായിട്ട് പടം പിടിക്കാൻ ഇറങ്ങുമ്പം ഈ രാജ്യത്ത് ചില നിയമങ്ങളും ചില ടാക്സ് വ്യവസ്ഥകളുണ്ട്. ഇത് നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇന്നും നാളെയും ഭാവിയിലും ഒക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാകും. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് about how to enter into the production business through a company, through a firm, through a brand. എന്താണ് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതാണ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു ദിസ് വീഡിയോ. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കാണുമ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരും. അതായത് ഇത് മുമ്പോട്ട് എടുക്കുന്ന സ്റ്റെപ്പ്, ഒരു കമ്പനി ഫോർമേഷൻ, എങ്ങനെ കമ്പനി ഫോം ചെയ്ത് എടുക്കാം, എന്താണ് നിങ്ങൾ ലീഗലായിട്ട് ചെയ്യേണ്ടത്, ഇതാണ്. സോ താങ്ക് യു വെരി മച്ച് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.